മുതലാളി ഈ സിങ്ക് സ്ലാബിന്റെ അടിഭാഗം ചെയ്തിട്ടുണ്ട് കേട്ടോ. മുതലാളി പറഞ്ഞ എല്ലാ പണിയും എടുക്കും. മുതലാളിയാണ് ഞങ്ങളെ ദൈവം. മുതലാളി ഉണ്ടെങ്കിൽ ഞങ്ങളില്ല. നമസ്കാരം, മജീദാണ്. എന്തൊക്കെ മനുഷ്യന്മാരെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? മനുഷ്യന്മാരെ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി എന്ന് പറയുന്ന കടപ്പുറത്താണ്. ഈ മഴക്കാലത്ത് എന്നുവെച്ചാൽ കടലിൻ്റെ ശക്തി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കടൽ കണ്ടില്ലേ നിങ്ങൾ? ഒരു 4 അടി പൊക്കത്തിലാണ് കടൽ വെള്ളം കരയത്തേക്ക് ഇങ്ങനെ വരുന്നത്. അതൊരു 10 അടി പൊക്കത്തിൽ വരികയാണെന്ന് വെച്ചാൽ ഞാനൊന്നും ഇവിടെ നിൽക്കൂല. എനിക്ക് ഏറെ സങ്കടം പറഞ്ഞാൽ കടൽ പോയി മീൻ പിടിച്ചിന് കടൽ തൊഴിലാളികളുടെ ഒരവസ്ഥയാണ്. ഈ മഴക്കാലത്ത് അവർക്ക് ഈ കടലിൽ ഇറങ്ങാൻ ഒരു മാർഗമല്ല. അവരെങ്ങനെ ജീവിക്കും? ഇത് കണ്ടില്ലേ, കടലിലേക്ക് പോകാൻ പറ്റാതെ തോണിയൊക്കെ കരയത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സർക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, അവരെ പരമാവധി അവരെ സഹായിക്കുക. ഇപ്പോൾ എങ്ങനെയുണ്ട് മനുഷ്യന്മാരെ കടപ്പുറം? ഉസാറല്ലേ? ഈ കടപ്പുറം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എന്നുവെച്ചാൽ 1990 കാലഘട്ടം, എന്നുവെച്ചാൽ 92 കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ച 3ാം ക്ലാസ് പഠിച്ച ഒരു പാഠപുസ്തകത്തെ മലയാള ബുക്കത്തെ ഒരു പദ്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൽ ഒരു പദ്യത്തിൽ ഒരു കുട്ടിങ്ങനെ കൈ നീട്ടിക്കാണ്ട് ഒരു പദ്യമുണ്ട്. വെള്ളിപ്പാദസരങ്ങളുമായി തുള്ളി കളിച്ചിടും തിരമാലകളെ നിങ്ങൾ ഈ കളി ആര് പഠിപ്പിച്ചു? ചെറുകാറ്റിൽ കളി തുള്ളാനും വൻകാറ്റിൽ കളി ആടാനും തീരം തേടി പായാനും തിരികെ വിളിച്ചാൽ ചെല്ലാനും അക്കരെ ഇക്കരെ നീന്താനും മുങ്ങാൻ കുയ്യിട്ടോടാനും തിരമാലകളെ നിങ്ങൾ ഈ കളി ആര് പഠിപ്പിച്ചു? എങ്ങനെയുണ്ട് അന്നത്തെ പദ്യം? അന്ന് സ്കൂളിൽ പോയ അന്നത്തെ കുട്ടികൾക്ക് ഇതറിയാം. ഓക്കെ, ഇത് മീൻ പിടിച്ചാൻ പോകുന്ന തൊഴിലാളികളുടെ വഞ്ചിയാണ്. എന്നുവെച്ചാൽ ബോട്ട്, എന്നുവെച്ചാൽ വലിയ ബോട്ടല്ല, ചെറിയ ബോട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതിപ്പോൾ ഈ മഴക്കാലത്ത് ഇവർക്കിപ്പോൾ ജോലിയില്ല. ഇനിയിപ്പോൾ ഇവർക്ക് മീൻ പിടിച്ചാൻ പോകണമെങ്കിൽ ഈ വെച്ചാൽ മഴക്കാലം പറഞ്ഞാൽ ഈ കൊടൂരപ്പെട്ട ഈ മഴക്കാലം കഴിയണം. ഇവരെ നിത്യ ജീവിതത്തിന് മീൻ പിടിച്ചാൻ പോകണമെങ്കിൽ. അപ്പോൾ പണിയില്ലെങ്കിൽ ഓരോ കഷ്ടപ്പാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ് അല്ലേ? കാണാം കടലിലെ മേലെ മോഹപ്പൂ കുരി പറന്നേ, കര കാണാം കടലല മേലെ മോഹപ്പൂ കുരി പറന്നേ, അറബിപ്പൊന്നാണം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളന്തയിൽ ഇളം പാടിവാ തൊയ്ന്തര തൊയ്ന്തര തൊയ്ന്തര, കര കാണാം കടലല മേലെ മോഹപ്പൂ കുരി പറന്നേ. ഈ കടൽ ഞാൻ ഫസ്റ്റ് കണ്ടത് എവിടുന്നാ അറിയോ? എവിടുന്നല്ലേ, നമ്മളെ തൂര് സിനിമാളില്ലേ, എന്നുവെച്ചാൽ സാഗർ സിനിമാൾ അവിടുന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ 8ാം ക്ലാസ് പഠിച്ച അന്ന് അവിടെ തൂര് സാഗറിൽ മമ്മൂട്ടിൻ്റെ അമരം സിനിമ വന്നിരുന്നു. ആ അമരത്തിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. കഥ പറയും കാറ്റേ പവിഴത്തിരമാലകൾ കണ്ടേ, കഥ പറയും നീലേ
കടലമ്മ പിടഞ്ഞത് കണ്ട് അങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു പാട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് എനിക്ക് കടപ്പുറം നല്ല വെച്ചാൽ എനിക്കൊരു മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ കണ്ടൊരു സിനിമയാണ് വെച്ചാൽ നമ്മളെ മധു സാറിൻ്റെയും സത്യൻ സാറിൻ്റെയും ചെമ്മീൻ. അതിലിങ്ങനെ പാട്ടുണ്ട്. ഏതൊരു പാട്ട്? പിന്നെ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ തെന്തന താനോ മാനത്ത് പറക്കുന്ന ചെമ്പരുന്തേ ഓഹോ കടലത്തെ മീന് ചെമ്മീനോ പടിഞ്ഞാറൻ കാറ്റത്ത് അതിൻ്റെ വരിയ മാറുന്നു. പിന്നെ ആ പാട്ട് തന്നെ ഉണ്ടത് പണ്ടൊരു മുക്കുവൻ മുക്കിന് പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പൊങ്ങി അവനെ കാടലമ്മ കൊണ്ടുപോയി ലലലാലാലാലാലാലാലാലാ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ കടപ്പുറം എന്ന് കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ബൈ.